പിടിയില്ല തവളുടെ കൊളരി കണ്ടോ ഗായ്സ്? രേഷ്മനെ മടിച്ച് പുറത്താക്കി നടുവേറയിലേക്കാക്കി. വെൽക്കം ടു തൃശ്ശൂർക്കാരി വ്ളോഗ്സ്. ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ അത്തത്തിൻ്റെ അന്നെടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കാലത്ത് ക്ലാസ്സിൽ പോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരത്തെയാണ് നമ്മൾ പോകുന്നത്. ക്ലാസ്സിൽ പോയിട്ട് അവിടെ പൂക്കളം ഇടണം. ഞാൻ വീട്ടിൽ ഇപ്രാവശ്യം പൂക്കളം ഇട്ടില്ല. വീടിൻ്റെ മുറ്റൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇറക്കാൻ തന്നെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പൂക്കളം ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പൂവൊക്കെ വാങ്ങിച്ച് ചെന്നു. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ അടിച്ചു വാരി തുടയ്ക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം പൂവിടാനായിട്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ പുറത്ത് വരാന്തയിലാണ് പൂക്കളം ഇടുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് അടിച്ച് വാരി തുടച്ചിട്ട് പൂക്കളം ഇടണമെങ്കിൽ കുഴപ്പമില്ല. അല്ല ചെയ്യും ചിലപ്പോൾ അവമ്മയൊക്കെ ചവിട്ടിയിട്ട് അത് കേടുവരുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ആദ്യം ക്ലാസ് അടിച്ച് വാരി തുടയ്ക്കുകയാണ്. ഇന്ന് വൈകിട്ട് നമുക്ക് ക്ലാസ് ഉള്ള ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കളം ഇടാനൊക്കെ ഒരു സമയം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഇടണ്ടേ. അല്ലാച്ചെങ്കിൽ ഉച്ചയ്ക്ക് പൂക്കളിട്ട പോലെ ആയിരിക്കും. ഞാൻ അത് കണക്കാക്കി തന്നെ വീട്ടിൽ നിന്ന് പണികളൊക്കെ കഴിഞ്ഞ് നേരത്തെയാണ് പോകുന്നത്. അതിനുശേഷം ഇവിടെ ഇതൊക്കെ കഴിഞ്ഞ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയമായിട്ടോ, ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിപ്പോൾ വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ സമയങ്ങൾ നോക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞു, സെറ്റായി. നമ്മളിവിടെയാണ് കേട്ടോ പൂക്കളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൂവൊന്നും ഞാൻ പൊട്ടിച്ച് വെക്കാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ വലിയ ഡിസൈനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാവുന്ന പോലെ ഞാനൊരു തരത്തിൽ ഒപ്പിച്ച് ഒരു പൂക്കളം ഇട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളം ഇടാനും അങ്ങനെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത ദിവസം എന്തായാലും പ്ലാൻ ചെയ്ത് പൂവൊക്കെ കട്ട് ചെയ്ത് വെച്ച് പൂക്കളം ഇടാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്തായാലും ഇപ്പം ഇങ്ങനെ പോട്ടെ, ഇനിയിപ്പോൾ അത് സമയം വൈകിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് നന്നായി വിശക്കണമുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നീക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിശപ്പ് വരും. അപ്പോൾ ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൂക്കളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ അത്തക്കളം ഇവിടെ റെഡി ആയിരിക്കുന്നു ഗൈസ്. കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാതെ വയ്യാന്നായി. അങ്ങനെ ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചു. എനിക്ക് പനീർ കറി ആയിരുന്നു. പനീർ കറിയും ചോറും ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അങ്ങനെ വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് കുടിക്കാനുള്ള കപ്പും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ടിരുന്നു. അപ്പോഴത്തേനും ശങ്കരേട്ടൻ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും പ്രോഗ്രാം ഫീൽഡിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു സംഭവം നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റോപ്പൊക്കെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊയ്ക്കാലിൻ്റെ മുകളിൽ നടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും വീഡിയോ എടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അത്തക്കളം ഇട്ട ബാക്കി പൂവ് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, പിറ്റേ ദിവസത്തേക്ക് ഇടാനായിട്ട്. അങ്ങനെ നമ്മൾ തയ്യൂര് ലോകരത്തിക്കാവ് അമ്പലത്തിൻ്റെ മുൻവശമാണ് ഈ സംഭവം. അവിടെ പാടൊക്കെ കാണുന്നത്. തൊട്ടപ്പുറത്തായിട്ട് തന്നെ അമ്പലമുണ്ട്. ആ വരുന്ന വഴിയിൽ തന്നെ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതുകൂടെയാണ് വന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു പാടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ ഇരുന്നിട്ട് ഈ സംഭവം കെട്ടാനൊക്കെ ആണെങ്കിൽ കുറച്ച് ഹൈറ്റിലിരിക്കണം. എന്നാലും ഇത് കെട്ടിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും പിടിച്ച് നടക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ നല്ലൊരു സ്ഥലമാണ്. പിന്നെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴും നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ മുന്നേ ഒരു ഡാൻസ് വീഡിയോ ഇവിടെ വന്നിട്ടാണ് എടുത്തത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇത് എന്താ സംഭവം, എന്താ ചെയ്യണമെന്നൊക്കെ ഉള്ളത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്തു. അത് കവർ ചെയ്യാനുള്ള തുണിയും എല്ലാം എടുത്തു. പക്ഷേ ഈ കമ്പി വെച്ച് കെട്ടുമ്പോൾ വേദന വരാതിരിക്കാൻ വേണ്ടി ഒരു റബ്ബറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് മാത്രം എടുക്കാൻ വേണ്ടി മറന്നു. അത് കാരണം കൊണ്ട് ശങ്കരേട്ടന് കുറച്ച് നേരം നടക്കുമ്പോഴത്തേനും നല്ല വേദന എടുക്കണ്ടായിരുന്നു. മാത്രമല്ല തൊട്ടടുത്തുള്ള വീടുകളിലെ ആൾക്കാരൊക്കെ ഇത് എന്താ സംഗതി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് നോക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങനെ നടക്കാമെന്ന് പറഞ്ഞാൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ ശങ്കരേട്ടൻ കുറച്ച് സ്പീഡിലാണ് നടക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒപ്പം എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഓടിയ ആളുടെ കൂടെ എത്തി. കാരണം അത് നടക്കുന്നത് വീഡിയോ എടുക്കണമല്ലോ, നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോഗ്രാം ഫീൽഡ് വീണ്ടും ഇറങ്ങണമെങ്കിൽ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ആക്റ്റീവായിരിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടന്നു. അപ്പോൾ തന്നെ നമുക്ക് തിരിച്ച് ക്ലാസ്സിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വെസ്റ്റേൺ ക്ലാസ്സും ക്ലാസിക്കലിൻ്റെ ക്ലാസ്സൊക്കെ നടന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇതെന്താ ഇവിടെ പരിപാടി? രാവിലെ പോകുമ്പോൾ പൂക്കളിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന മുറ്റാണ്. വൈകുന്നേരം വരുമ്പോഴത്തേനും അവള് മണ്ണത് നാളേക്ക് ഉണങ്ങുമോ? വെള്ളം കൂടിയുണ്ട്. ഒരു വട്ടം കിട്ടിയില്ലെന്ന് അലങ്കോലായിട്ടാണെന്ന് പൂക്കളിട്ടേക്കുന്നത്. വലിയ വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല.
ഈ വട്ടം വന്നു കഴിഞ്ഞാൽ നീ വൃത്തിയിൽ പൂക്കളിടും. അതെ, പിന്നെ വട്ടം കൂടിയ കാരണം ഞാൻ എന്റെ വണ്ടി എങ്ങനെയൊക്കെയോ എടുത്തിട്ട് പോയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ വണ്ടി എടുത്തിട്ട് പോകാൻ സൗകര്യം, അവളെ വണ്ടി എടുത്തിട്ട് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിട്ടാണ് അവള് വട്ടം വരച്ചേക്കണ അവിടെ. ഇയാള് കൊള്ളാലോ. അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പൂക്കളം. അതിന് ഫസ്റ്റ് ഇട്ടിട്ട് അത് ഞാൻ വിചാരിച്ചു എനിക്ക് വരുമ്പോ വണ്ടി അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പൂക്കളം ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ പൂക്കളം ഇട്ടതിന് ശേഷമാണ് ആ ബോധം വന്നത്. ബോധമില്ല ശരിക്കും, അതാണ് പ്രശ്നം. വണ്ടി ഞാൻ അരികത്ത് കൂടെ അങ്ങനെ എടുത്ത് പോയിട്ട് അവിടെ നിർത്തി. നമുക്ക് അമ്മ നെടുമ്പര വെച്ചിട്ട് ഇത് കാണാം. ഞാൻ അന്നൊരു ദിവസം വീഡിയോ എടുത്ത് പോയത്, പിന്നെ ഞാൻ വന്ന് നോക്കിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഇതെന്താടി ഇത്? ഫ്ലക്സ് വലിച്ചു കെട്ടിയത്. ആ, ശരിയായിട്ടില്ല. നിലൊക്കെ ഒക്കെ ഉണ്ട്, പക്ഷെ അരപ്പുറ്റി വന്നിട്ട് നിലത്ത് നിറച്ച്. നെടുമ്പരയില് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിണ്ട്. നിലമൊക്കെ നേരെയാക്കിണ്ട് കേട്ടോ. ജസ്റ്റ് ബേബി മെറ്റല്. അപ്പൊ ഇവിടെ രേഷ്മ ഇവിടെ താമസിക്കും, അമ്മ വീട്ടില് താമസിക്കും അല്ലേ രേഷ്മ? അല്ലേ? അല്ലെങ്കിൽ രേഷ്മനെ മടിച്ച് പുറത്താക്കി നെടുമ്പരയിലേക്കാക്കി. ഇത് വ്ളോഗാണ്. ഇത് വ്ളോഗാണ്, അതുകൊണ്ട് നീ ഡീസന്റ് ആവുന്നു അല്ലേ? മനസ്സിലായി. അപ്പൊ ഈ വ്ളോഗ് ഓഫാക്കി കഴിഞ്ഞാൽ അവളെ വാരിയിരിക്കുന്നത് ഞാൻ കേൾക്കുന്നതാണ് അവള് ചുരുക്കം പറഞ്ഞത് കേട്ടാ. എങ്ങനെയുണ്ട്? അപ്പൊ അമ്മയുടെ വീട് പൊളിച്ച് പണിയണ കാരണം കൊണ്ട് അവരിവിടെ നെടുമ്പര വെച്ചിട്ടിതാണ് കേട്ടാ. ഇത് ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ വെക്കുക ഇതിൻ്റെ ഉള്ളില് കിടക്കാൻ മാത്രം. സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെക്കുന്ന പറഞ്ഞ് 4 ദിവസത്തെ കാര്യമുള്ളൂ. ഒന്ന് ഡ്രസ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഓട് പതിക്കല്ലേ? ആദ്യം 4 ദിവസം എന്ന് പറഞ്ഞു, പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞു, ഈ ഒരാഴ്ചയുടെ 7 ദിവസം എന്ന് പറഞ്ഞു. ഇനി നീളോ ഉദ്ദേശിച്ചത് പണിക്കാരുടെ മടിയാണ്. പണിക്കാര് കേക്കണ്ട. എങ്ങാനും അവര് ഈ വ്ളോഗ് കണ്ട പിന്നെ പണി ഉപേക്ഷിച്ചു പോവും. ഞങ്ങളെ മടിയെന്ന് വിളിച്ചു പറഞ്ഞിട്ട് വേഗം പണി കഴിക്കുക വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് വേഗം അങ്ങോട്ട് മാറാം. അതിന് വേണ്ടിട്ട് 7 ദിവസത്തേക്ക് എവിടേക്കും വാടകയ്ക്ക് പോകണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. 7 ദിവസത്തേക്ക് വാടകയ്ക്ക് പോകാൻ എളുപ്പമല്ല. 1 മാസം വാടകയും കൊടുക്കേണ്ടി വരും, അഡ്വാൻസും കൊടുക്കേണ്ടി വരും. സാധനങ്ങൾ മാറ്റാൻ അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതിനേക്കാൾ നല്ലത് അത് പറഞ്ഞിട്ട് അവള് പോയി. അപ്പം ഞാൻ ഇന്നാള് കുറച്ച് ഇതിവിടെ പണിതുകൊണ്ടിരിക്കണ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ അവർക്ക് വീഡിയോ എടുക്കാൻ വന്നിട്ടില്ല. അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നാട്ടെ. അമ്മ ഓട് പതിക്കുക എന്ന് പറഞ്ഞു. അപ്പം അതിനുള്ള ഓടാണ് ഇവിടെ ഇരിക്കുന്നത്. ബാക്കി വീട് പൊളിച്ച് കഴിഞ്ഞാലും ഓടുണ്ടാവും. അപ്പോൾ അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അവളിവിടെ എന്തോ തിരക്കിട്ട പണി ചെയ്യണ കണ്ടപ്പോൾ അത് നോക്കിയിട്ട് വന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടാ. എന്തോ സീക്രട്ട് പറയണമെന്ന് പറയണ്ട്, കട്ട് ചെയ്യാൻ പറയണ്ട, എന്തോ നോക്കിയോ എന്തോ പറയണ്ടെന്ന് പറഞ്ഞത് കേക്കട്ടെ. അവള് ഞാനത് ഓട് കാണിച്ചെടുത്തപ്പോൾ അവള് പറയണേ, ഇതാണ് ഞാൻ മണ്ണ് തേമ്പിയ ബക്കറ്റ് ഗൈസ്, ഇത് വെള്ളം ഒഴിച്ച കപ്പ് ഗൈസ്, കൊളറി കഴുകി വെച്ച് ഗൈസ്, പിടിയില്ലാത്ത അവളുടെ കൊളറി കണ്ടോ ഗൈസ്. നിനക്കൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് യൂട്യൂബില്, നല്ലൊരു ഭാവി കാണുന്നുണ്ട്. നീ ഒരു വഷളായ യൂട്യൂബർ ആവും നീ. അയ്യേ അതവൾക്ക് വേണ്ട അത്ര, അവള് ഡീസൻ്റാന്നാ പറയണേ. അവള് മാത്രം അത് പറയുള്ളൂ, വേറെ ആരും പറയില്ല. രേഷ്മ എവിടെ പോകുന്നു? ഇറുതാ ബക്കറ്റ് കൊണ്ടൊക്കെ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് പോണത്. പണികളുണ്ട് ചെയ്യട്ടെ പോയിട്ട്, ഇനി പണികളുണ്ട്, കൂട്ടാൻ വെക്കണ്ടെന്നുള്ളൂ. എൻ്റെ വ്ളോഗിൽ കുളം വരാറില്ല, പുഴയും വരാറില്ല. എൻ്റെ വ്ളോഗിൽ നീ വരുമ്പോ ഇനിയിപ്പോ അത് കുളായിക്കോളും, വിഷമിക്കണ്ടോ. അതിനെൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഒരു ചെറുതായിട്ട് കുറച്ച് ചായ കുടിക്കാന്ന് വിചാരിച്ചു. കുറച്ച് ചായനുള്ളൂ കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് ചായക്ക് അഡിക്റ്റ് എന്നൊക്കെ പറയണ പോലെ ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കാൻ. ചായ കുടിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഇട്ടിട്ടാണ് ചായ കുടിക്കുക. ചായ കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. പിന്നെ ചായക്ക് നമ്മുടെ നൊസ്റ്റാൾജിയ കൊക്കുവട ഉണ്ട്. കൊക്കുവട പഴയ പോലെ ഒന്നല്ല കേട്ടോ, പുതിയ മോഡൽ കൊക്കുവടയാണ്, നല്ല എരിവുണ്ട്. അപ്പോൾ ചായ കുടിക്കുകയാണ്.
അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിരുന്നു, ഒരു അത്താണ്, പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗായ്സ്.